ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും എത്ര ഡയറ്റ് ബാലൻസ് ചെയ്ത് നമ്മുടെ ലൈഫ് കൊണ്ടുപോയാലും നമ്മുടെ വണ്ണം കുറയായിരിക്കും അല്ലേ, നമ്മുടെ വെയിറ്റ് കുറയുമായിരിക്കും. പക്ഷെ നമ്മുടെ മുഖത്തിൻ്റെ ഈ ഒരു ഫേസ് ഫാറ്റ്, ഇരട്ടത്താടി ഇതൊക്കെ പോകാൻ നല്ല പാടാണ് അല്ലേ. തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന ഫേസ് ഫാറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പോകാൻ വളരെ പാടാണ്. കാരണം നമ്മുടെ തടി കുറഞ്ഞിട്ടായാലും നമ്മുടെ മുഖം മാത്രം, കവിളും മാത്രം വലുതായിട്ട് ചീർത്തിരിക്കും. തൈറോയിഡ് ഒരാൾക്ക് ഉണ്ടെന്ന് സിംറ്റംസിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് അതിനുള്ള മെഡിസിൻ തന്നെയാണ്. എനിക്കൊരു 13ാമത്തെ വയസ്സിലായിരുന്നു തൈറോയിഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈം മുതൽ തന്നെ ഞാൻ എൻ്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് നിന്ന് പോവും, വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പം തൈറോയിഡ് വീണ്ടും ഇൻക്രീസ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ഡോസ് കൂടുതൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ 25ലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെങ്കിൽ കണ്ടിന്യൂസ് കറക്റ്റായിട്ട് മെഡിസിൻ എടുത്തില്ല എങ്കിൽ നമ്മൾ പിന്നെ 50ലേക്ക് പോകും, പിന്നെ 75ലേക്ക് പോകും. അങ്ങനെ എൻ്റെ ഒരു ഹാബിറ്റ് കൊണ്ട് ഞാൻ 125ലേക്ക് വരെ പോയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു ഞാൻ കറക്റ്റായിട്ട് ആ ഒരു വേയിലേക്ക് വന്നത്. തൈറോയ്ഡ് എന്ന അസുഖം മൂലം എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് കവിള് വെക്കുക, ഈ ഇരട്ടത്താടി വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് മുടി കൊഴിച്ചിൽ. മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കണം. നമ്മൾ തൈറോയ്ഡ് കൂടുമ്പോൾ മുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് പോയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ നോർമലി ഒരു ഷവർമ വാങ്ങിക്കുമ്പം ഒരു നോർമൽ ഷവർമയ്ക്കകത്ത് അവർ വെജീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പം അതിനകത്ത് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമാണ് ക്യാബേജ്. തൈറോയ്ഡ് പേഷ്യൻസ് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസിലുള്ള ഒന്നാണ് ക്യാബേജ്. കാരണം ക്യാബേജ് കഴിക്കുമ്പോൾ നമ്മുടെ തൈറോയ്ഡിൻ്റെ ഗ്രേഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മെഡിസിൻ മാത്രം ഫോളോ ചെയ്താൽ പോരാ, കുറേ എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലും അതുമായിട്ട് നമുക്ക് തൈറോയ്ഡ് പേഷ്യൻസ് കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഐറ്റംസ് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അത് ഒഴിവാക്കിയാലേ നമ്മുടെ തൈറോയ്ഡിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ ഇരട്ടത്താടിയും ഫേസ് ഫാറ്റും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്ത കുറച്ച് എക്സസൈസാണ്. ഇത് ഫോളോ ചെയ്ത് എനിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സാവധാനം നമ്മുടെ നെക്ക്, നമ്മുടെ താടി ഓരോ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും കൊണ്ടുവരിക. ഇതൊരു 22 തവണ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അടുത്ത എക്സസൈസ് നമ്മുടെ കവിള് കൊണ്ടും ചുണ്ടുകൊണ്ടും ഉള്ളതാണ്. നമ്മുടെ ചുണ്ടിനെ മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കാണിക്കുക. ഒരു 20 തവണ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് ചെയ്യണം. അടുത്ത എക്സസൈസ്, നമ്മൾ കട്ടിയുള്ള എന്തെങ്കിലും സാധനം നമ്മുടെ താടിയെല്ലിൻ്റെ താഴോട്ട് കൊണ്ടുവച്ചിട്ട് അതിലേക്ക് ചാരി ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ പതുക്കെ സ്ലോലി ആയിട്ട് നമുക്ക് ഉമിനീര് എടുക്കാൻ നോക്കുക. ഉമിനീര് പതുക്കെ ഇറക്കി വിടാൻ നോക്കുക. നെക്സ്റ്റ് എക്സസൈസ് നമുക്ക് പെടൽ വേദനയൊക്കെ ഉള്ളപ്പോൾ ചെയ്യുന്നതാണ്. നമ്മുടെ തലയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വിടും. ഇത് നമ്മൾ സാവധാനത്തിൽ വേണം ചെയ്യാൻ. ഇതൊരു 24 തവണകളാക്കി സാവധാനത്തിൽ ചെയ്യുക. ഈ ഒരു എക്സസൈസ് നമ്മൾ തല ഷേക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ഓരോ സൈഡിലേക്കും, ഷോൾഡറിൻ്റെ ഓരോ സൈഡിലേക്കും നമ്മുടെ തലയെ കൃത്യമായിട്ടും കൊണ്ടുവരിക. ആദ്യം വലതിലേക്ക്, പിന്നെ നേരെ, പിന്നെ ഇടതിലേക്ക് സാവധാനത്തിൽ ചെയ്യാൻ നോക്കുക. ഇത് ഒരു 22 തവണകളായി ചെയ്യുക. അടുത്തത്, നമ്മൾ നേരത്തെ ഫ്രണ്ടിലേക്ക് ചെയ്ത അതേ രീതിയിൽ നമ്മുടെ ചുണ്ടിനെ ഒരു സൈഡിലേക്ക്, ആദ്യം വലത്തെ സൈഡിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചുണ്ടിലേക്ക് ഈ രീതിയിലേക്ക് കാണിക്കുക. പിന്നീട് താഴോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചുണ്ടിനെ വീണ്ടും ഇടത്തെ സൈഡിലേക്ക് കാണിച്ചിട്ട് വീണ്ടും ഈ രീതിയിലേക്ക് ചെയ്യുക. ഇതും ഒരു 22 തവണകളാക്കി ചെയ്യുക. അടുത്ത എക്സസൈസ് നമ്മുടെ ഷോൾഡറിനെയും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു എക്സസൈസാണ്. നമ്മുടെ തല കുറച്ച് മുകളിലേക്ക് നോക്കിയിട്ട് പതിയെ ഉമിനീരെടുത്ത് വിടുക. അതേസമയം നമ്മുടെ കണ്ണടച്ച് തുറക്കുക. ഒരു 30 തവണകളാക്കി കണ്ണടച്ച് തുറന്ന് വരുന്ന വരെ നമ്മൾ ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡബിൾ ചിൻ കുറയും, ഫേസ് ഫാറ്റ് കുറയും എന്നത് മാത്രമല്ല, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു ഇതുമൂലം വല്ലാതൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത എക്സസൈസ്, നമ്മുടെ തല ഈ ഒരു പൊസിഷൻ തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ നാക്ക് ഓരോ കവിളിലേക്കും ഇങ്ങനെ കൊണ്ടുവന്ന് പുറത്തേക്ക് ബൾജ് ചെയ്യുന്ന രീതിയിലേക്കാക്കുക. ഇതൊരു 15 തവണ ഓരോ കവിളിലും, ആദ്യം വലത് പിന്നെ ഇടത്, ആ ഒരു രീതിയിലേക്ക് ചെയ്യുക.
ഈ ഒരു എക്സസൈസ് നമ്മുടെ ജോ ലൈൻ ഷാർപ്പ് ചെയ്യാനും നമ്മുടെ ഡബിൾ ചിൻ വല്ലാതെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എക്സസൈസാണ്. നമ്മുടെ ചുണ്ടിനെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചെടുക്കുക. ഇതൊരു സർക്കിൾ ഫോമിലാണ് ചെയ്യേണ്ടത്. ഒരു സർക്കിൾ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്താണ് നമ്മളിത് ചെയ്യേണ്ടത്. ഏതൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം അത് റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.